ഹൈസ്പീഡ് ഇന്റർനെറ്റ് സേവനം ഉറപ്പാക്കുകയാണ്. ആരാണ്? കേരള സർക്കാർ. നമ്മുടെ സർക്കാർ. അതെ, പുതിയ പദ്ധതിയുണ്ട്. K5 എന്നാണ് അതിന്റെ പേര്. അപ്പൊ എത്ര പേർക്ക് ഇതിനെ കുറിച്ച് അറിയാം ഈ K5 എന്താണെന്നുള്ളത്? ഏതായാലും അതെന്താണെന്ന് ക്രിസ്റ്റീന ചെറിയാൻ പറഞ്ഞു തരും. കാണാം ഇനി അല്പം സാമ്പത്തികം. വിരൽത്തുമ്പിൽ വിജ്ഞാനവും വിനോദവും ഒക്കെ ലഭിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന കുഞ്ഞൻ ഡിവൈസിൽ തോണ്ടിയിരിക്കുന്നവരാണ് പ്രായഭേദമന്യേ നമ്മളൊക്കെ. ചിലർക്ക് വേണ്ടത് ഇൻഫോ, ചിലർക്ക് ഫൺ, ചിലർക്ക് വാർത്ത, ചിലർക്ക് പാട്ട്, മറ്റു ചിലർക്ക് ഡാൻസ്. അങ്ങനെ ആവശ്യം എന്തായാലും ഇതൊക്കെ കിട്ടാൻ നെറ്റ് വേണമല്ലോ. ചിലരെങ്കിലും വീടിന് പുറത്തിറങ്ങിയാൽ നെറ്റ് ക്ഷാമം കാരണം ബോറടിച്ച് ഇഞ്ചി കടിച്ച കുരങ്ങിനെ പോലെ ഇരിക്കുന്നത് കാണാം. ഇനി ആ വിഷമം വേണ്ട. കേരള സർക്കാരിന്റെ സൗജന്യ വൈഫൈ പദ്ധതിയായ K5 ഉടൻ തന്നെ സേവനം ആരംഭിക്കും. ഇന്റർനെറ്റ് എല്ലാവരുടെയും അവകാശമാണ് എന്ന ചിന്തയുടെ ഭാഗമായാണ് പദ്ധതി. എന്താണ് K5? കേരള ഗവൺമെന്റ് വൈഫൈ ആണ് K5 എന്ന കുട്ടിപ്പേരിൽ അറിയപ്പെടുന്നത്. പ്രതിദിനം 1 GB ഹൈസ്പീഡ് ഇന്റർനെറ്റ് സൗജന്യമായി ലഭിക്കുന്നതാണ് പദ്ധതി. ഈ പരിധി കഴിഞ്ഞാൽ കുറഞ്ഞ നിരക്കിൽ റീചാർജ് ചെയ്യാം. എങ്ങനെ കിട്ടും K5? മൊബൈലോ ലാപ്ടോപ്പോ ഉപയോഗിച്ച് വൈഫൈ ഓണാക്കി K5 സെലക്ട് ചെയ്യുക. ചെന്ന് കയറുന്ന ലാൻഡിംഗ് പേജിൽ തന്നെ മൊബൈൽ നമ്പർ നൽകുക. അപ്പോഴൊരു OTP ലഭിക്കും. അത് നൽകി വെരിഫിക്കേഷൻ പൂർത്തിയായാൽ 1 GB വൈഫൈ 10 Mbps സ്പീഡിൽ സൗജന്യമായി ലഭിക്കും. എവിടൊക്കെ പോയിരുന്നാൽ ഫ്രീ വൈഫൈ കിട്ടും. തെരഞ്ഞെടുത്ത പൊതു ഇടങ്ങളിൽ കേരള ഗവൺമെന്റിന്റെ വൈഫൈ സൈറ്റിൽ ഈ സ്ഥലങ്ങളുടെ പട്ടിക ലഭ്യമാണ്. ഈ കാണുന്ന സൈറ്റിലേക്ക് അങ്ങ് കയറുക. ബസ് സ്റ്റാൻഡുകൾ, ജില്ലാ ഭരണകേന്ദ്രങ്ങൾ, പഞ്ചായത്ത് ഓഫീസുകൾ, പാർക്കുകൾ, സർക്കാർ ഓഫീസുകൾ, ആശുപത്രികൾ, കോടതികൾ, പൊതുസേവന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ സൗജന്യ വൈഫൈ കിട്ടും. BSNLുമായി ചേർന്നാണ് തീരദേശത്തുൾപ്പെടെ ഈ സേവനം ലഭ്യമാകുന്നത്. എത്ര പേർക്ക് ഒരേ സമയം K5 ലഭിക്കും? നിലവിൽ ഒരു ഹോട്ട്സ്പോട്ടിൽ നിന്ന് 100 യൂസേഴ്സിനാണ് ഒരേ സമയം സൗജന്യ വൈഫൈ ഉപയോഗിക്കാനാകുന്നത്. അൺലിമിറ്റഡ് ആയി എന്തൊക്കെ കിട്ടും? എല്ലാ സർക്കാർ വെബ്സൈറ്റുകളും മൊബൈൽ ആപ്ലിക്കേഷനുകളും പരിധിയില്ലാതെ ലഭിക്കും. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ടിക്കറ്റ്, ഹോട്ടൽ ബുക്കിംഗ് വിവരങ്ങളും ലഭ്യമാണ്. ആരാണ് ഈ സൗകര്യം ലഭ്യമാക്കുന്നത്? കേരള സംസ്ഥാന IT മിഷൻ ഏറെ ലളിതമായ പ്ലാറ്റ്ഫോം വഴി സേവനം ലഭ്യമാക്കുന്നതിനാൽ ആർക്കും ഈസിയായി ഇത് ഉപയോഗിക്കാമെന്നാണ് IT മിഷൻ പറയുന്നത്. മാത്രവുമല്ല, സേവനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ഒരു ടോൾ ഫ്രീ നമ്പറും ഹെൽപ്പ് ഡെസ്കും ഉണ്ടാകും. പ്രതിദിനം ശരാശരി 40,000 പേര് സേവനം ഉപയോഗിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. എത്ര സ്ഥലങ്ങളിൽ സേവനം ലഭിക്കും? സംസ്ഥാനത്തൊട്ടാകെ 2023 ഇടങ്ങളിലാണ് സൗജന്യ വൈഫൈ സേവനം കിട്ടുന്നത്. എറണാകുളം ജില്ലയിൽ മാത്രം 221 ലൊക്കേഷനുകളിൽ K5 ലഭിക്കും. അപ്പോൾ റെഡിയല്ലേ? ഹാപ്പി ആൻഡ് സേഫ് സർഫിംഗ്. അപ്പൊ പ്രജൻ എപ്പോഴെങ്കിലും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ലില്ല, അത് നോക്കണം. ഇനിയിപ്പോൾ എന്തായാലും അത്രയും ഹൈ സ്പീഡിൽ ഈ രീതിയിലുള്ള സേവനം സർക്കാർ നൽകുകയാണെങ്കിൽ അത് ശരിക്കും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. നമ്മുടെ അവകാശമായിട്ട് ഇപ്പോൾ ഇന്റർനെറ്റ് സേവനം മാറിയിട്ടുണ്ട്.